എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. Given below two statements. Statement 1, 0.5625 അത് ബേസ് 10 കൊടുത്തിരിക്കുന്നതാണ്, ഈക്വൽ ടു 0.9 അത് 16 ബേസിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 0.3 അത് 10 ബേസിലും 0.4 ബി എന്നുള്ളത് 60 ബേസിലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് രണ്ടും ഈക്വൽ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. In the light of the above statement, choose the most appropriate answer from the options given below. അതായത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ബേസ് 10 0.5625 is equal to 0.9, ബേസ് 60 0.9 ഈക്വലോട് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 വരുമ്പോൾ ബേസ് 10 കൊടുത്തിരിക്കുന്ന 0.3 ബേസ് 16 0.4 ബിയോട് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Both the statement 1 and statement 2 are correct. Both the statement 1 and statement 2 are incorrect. Statement 1 is correct but statement 2 is incorrect. Statement 1 is incorrect but statement 2 is correct. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയും സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റുമാണ്. അപ്പം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 ബേസിലുള്ള ഒരു നമ്പർ 60 ബേസിലുള്ള നമ്പറുമാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ 0.5625 എന്നുള്ള ആ 10 ബേസിൽ കൊടുത്തിരിക്കുന്ന നമ്പറിനെ നമ്മൾ 60 ബേസിലോട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് 0 ആണ്. അപ്പം 0 രണ്ടിടത്തും ഈക്വലായിട്ട് 10 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഈക്വലാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഡെസിബിൾ കഴിഞ്ഞിട്ടുള്ള നമ്പറാണ്, അതായത് 0.565 ആണ് നമ്മളിനി നോക്കേണ്ടത്. അപ്പോൾ 0.565 × 60 ഈസ് ഈക്വൽ ടു നമ്മൾ ബേസ് 60ലോട്ടാണ് മാറ്റണം. അപ്പോൾ നമ്മൾ × 60 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ 0.5625 അതായത് 10 ഈ നമ്പറിനോട് ഈക്വൽ ആണ് നമ്മുടെ 0.9 ബേസ് 60 നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ 10 ബേസിലുള്ള അടുത്ത നമ്പർ എടുക്കുകയാണ്. അതും 10 60 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 60 തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 0.3 ആണ് 10 തന്നിരിക്കുന്നത്, 0.60 ആണ് നമുക്ക് 4 ബി എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നിരിക്കുന്നത് 60 ബേസിലുള്ളത്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 10, 11, 12 അങ്ങനെയാണ് നമ്പർ തുടങ്ങുന്നത്. അതായത് 10 ഈക്വലായിട്ട് എ, 11 ഈക്വലായിട്ട് ബി, 12 ഈക്വലായിട്ട് സി, അങ്ങനെയാണ് നമ്മുടെ ആ ഒരു നമ്പർ സിസ്റ്റം പോകുന്നത്. അതായത് 16 ബേസിലുള്ള ലെറ്റേഴ്സിന് ഈക്വൽ ആയിട്ടുള്ള നമ്പർ സിസ്റ്റം പോകുന്നത് ആ ഒരു പാറ്റേണിലാണ്. എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 11, 12 ഈക്വൽ ടു സി. അപ്പോൾ ഇവിടെ നമുക്ക് 0.4 ബി ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 60 ബേസിലോട്ട് മാറ്റും, അതായത് 0 രണ്ട് എടുത്തുകൊണ്ട്. അപ്പോൾ അത് രണ്ട് ഈക്വലാണ്, അത് നമ്മൾ വിട്ടു. ഇനി പോയിൻറ്റിന് ശേഷമുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 60 × 0.3 = 4.8, 60 × 0.8, അപ്പോൾ നമ്മൾ 4 വിട്ടു, ഇനി 0.8 നോക്കുന്നത്, ഈസ് ഈക്വൽ ടു 12.8. അപ്പോൾ 12 എന്ന് പറയുമ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ള നമ്പർ വരുന്നത് ഏതാണ്? 16 ബേസിലെ എ ഈസ് ഈക്വൽ ടു 10, ബി ഈസ് ഈക്വൽ ടു 11, 12 ഈസ് ഈക്വൽ ടു സി. അപ്പോൾ നോക്കി 12 ഈക്വലായിട്ട് സി ആണ് വരുന്നത്. ഇനി നമ്മൾ അടുത്തും കൂടെ ചെയ്യുക, കംപ്ലീറ്റ് ആക്കാനുള്ള. അപ്പം 60 × 0.8 ഈസ് ഈക്വൽ ടു, പിന്നെ നമുക്ക് 12.8 കിട്ടുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് സി തന്നെയാണ് കിട്ടുന്നത്. അതായത് 12 ഈക്വലായിട്ട് വരുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ സി ആണ്. അപ്പോൾ നമ്മൾ എഴുതി കഴിയുമ്പോൾ 0.4 സി എന്നാണ് വരുന്നത്. നമ്മളിവിടെ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറാണ് നമ്മൾ എടുക്കും. അപ്പോൾ പോയിൻറ്റ് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ. അപ്പോൾ ഇവിടെ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 4, 12, 12 എന്നുള്ളതാണ്. 4 നമുക്ക് അതുപോലെ തന്നെ ഈക്വലാണ്. പിന്നെ വരുന്ന 12 ഈക്വലായിട്ട് വരുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ സി ആണ്, നോട്ട് ബി. ഇനി മൂന്നാമത്തെ സെക്ഷൻ എടുത്തു കഴിയുമ്പം അവിടെയും നമുക്ക് 12 തന്നെയാണ് കിട്ടുന്നത്. അവിടെയും 12 ഈക്വലായിട്ട് നമ്പർ വരുന്നത് സി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 0.4 സി എന്നുള്ള നമ്പർ വേണം നമുക്ക് കിട്ടാനായിട്ട്. പക്ഷെ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? 0.4 ബി എന്നാണ് തന്നിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റായിപ്പോയത്.